എല്ലാവർക്കും നമസ്കാരം. അന്വേഷണ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു. പിണറായി വിജയൻ അതിനെക്കുറിച്ച് വിശദീകരണവും നടത്തി. എല്ലാ ചാനലുകളിലും അന്തിച്ചർച്ചകൾ, സഖാക്കന്മാർ നിറഞ്ഞിരുന്ന RSSന്റെ പൂരം കലക്കലിനുള്ള ഇടപെടലിനെ കുറിച്ച് ADGPയെ കണ്ടതുമായിട്ടും ഈ RSS നടത്തിയ പൂരം കലക്കലിനെ കുറിച്ചും സഖാക്കന്മാരിങ്ങനെ വാതോരാതെ പ്രസംഗിക്കുകയാണ്. ഈ ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ മുന്നോട്ട് വെച്ച് ഈ അന്വേഷണ റിപ്പോർട്ടൊക്കെ ഇങ്ങനെ പ്രഖ്യാപിച്ച് വിശദീകരണമൊക്കെ നടത്തുമ്പോൾ കേരളത്തിലെ ഈ സാമാന്യ അന്നം കഴിക്കുന്ന, അരിയാഹാരം കഴിക്കുന്ന ജനതയ്ക്ക് ഒരു ചെറിയൊരു സംശയമുണ്ട്. അല്ലയോ സഖാക്കളെ, ഈ പൂരം കലക്കിയത് RSS ആണ് എന്ന് പറയുമ്പോൾ, പൂരം കലക്കുവാൻ വേണ്ടിയിട്ട് RSSന്റെ ഇടപെടൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ, സുരേഷ് ഗോപി ആംബുലൻസിൽ വന്ന് കൃത്യമായിട്ട് ഇലക്ഷന് വേണ്ടിയിട്ട്, വിജയത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ പൂരം നടത്തിയത് RSS ആണോ എന്ന് നിങ്ങൾ പറയണ്ടേ? ഈ പൂരം നടത്താൻ വേണ്ടിയിട്ട് ആരാണ് അവിടെ നിന്നത്? ഈ നടത്താൻ വേണ്ടിയിട്ട് നിന്ന ആൾക്കാര് അത് എന്തുകൊണ്ട് അവർക്ക് അതിന്റെ പൂരം നടത്തിപ്പ് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു പരമപ്രധാനമായിട്ടുള്ള ചോദ്യമല്ലേ? ആ ഭാഗത്ത് നിന്നുള്ള വീഴ്ച മറച്ചു വെച്ചിട്ട് നിങ്ങൾ മറുഭാഗത്ത് RSS കലക്കി RSSന്റെ നേതാവിനെ ADGP കണ്ടു. ADGP RSSുമായിട്ടുള്ള ബന്ധമാണ് പൂരം കലക്കാൻ കാരണമായി എന്ന് പറയുമ്പോൾ, ഇത്രയും വലിയൊരു തൃശ്ശൂർ ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തില്, ഒരുപക്ഷെ ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെ അറിയപ്പെടുന്ന ഇത്രയും വലിയൊരു ആഘോഷം, നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്ന വലിയൊരു സംരംഭം, തൃശ്ശൂർ പൂരം പോലുള്ള ഇത്രയും മഹത്തായിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു ആഘോഷം, ആ ആഘോഷം നിഷ്പ്രയാസം കലക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ ശക്തികൾ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ ആ ശക്തികൾക്ക് സാധിച്ചു എന്ന് നിങ്ങൾ ഏതന്വേഷണം നടത്തിയിട്ട് റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയാലും ലജ്ജാവഹമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള, ഏറ്റവും ഗതികെട്ട ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളത് എഴുതി വായിക്കുന്ന റിപ്പോർട്ടായിട്ട് ആ റിപ്പോർട്ട് മാറുന്ന ഒരു സാഹചര്യമല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആരാണ് ഈ പൂരം കലക്കിയ ആളുകളെ കുറിച്ച് അന്വേഷിക്കുന്നത്? ഈ പൂരം കലക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്ന പോലീസിനെ കുറിച്ച് അന്വേഷിക്കുന്നത് ആരാണ് അന്വേഷിക്കുന്നത്? ആ അന്വേഷണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് കേരളത്തിന്റെ സാമാന്യ ജനത മൂക്കിന്റെ തുമ്പിൽ വിരൽ വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. കേരളത്തിന്റെ ജനത വളരെ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. ഈ അന്വേഷിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ശബരിമലയില് ഒരു മണ്ഡലകാലം മുഴുവൻ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ കളങ്കപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്, ശബരിമലയുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ വ്രണപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പോലീസ് യൂണിഫോം അണിഞ്ഞു പോലും നിരീശ്വരവാദികളായിട്ടുള്ള അർബൻ നക്സലേറ്റുകളെ ശബരിമലയിലേക്ക്, സന്നിധാനത്തിലേക്ക്, അല്ലെങ്കിൽ 18ാം പടി ചവിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ തന്ത്രപൂർവം, ബോധപൂർവം പരിശ്രമിച്ച് മുഴുവൻ ഭാരതത്തിന്റെയും അയ്യപ്പ വിശ്വാസികളെ വെല്ലുവിളിച്ച ആ ഭരണകൂടം പറയുകയാണ് തൃശ്ശൂർ പൂരം കലക്കിയത് RSS ആണ് എന്ന്. ഞാൻ RSSനെ ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ADGPയെ ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു വീഡിയോ അല്ല ഇത്. മറിച്ച് ഇതിലുള്ള ഒരു വിരോധാഭാസം, ഇതിലുള്ള ഒരു മറച്ചു പിടിക്കുന്ന ഒരു യാഥാർത്ഥ്യം, അത് നമ്മൾ ഇനിയും തിരിച്ചറിയാതെ പോകാൻ പാടില്ല. ശബരിമലയെ കളങ്കപ്പെടുത്തിയത് മാത്രമാണോ ഈ ഭരണകൂടം ചെയ്തത്? ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് എത്ര തവണയാണ്, എത്ര ക്ഷേത്രങ്ങളിലാണ് ഹിന്ദുവിന്റെ നെഞ്ചത്ത് വളരെ വൃത്തികെട്ട രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിലുള്ള വളരെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള പെരുമാറ്റം ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ സർക്കാർ നടത്തിയത്? ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഫണ്ട് അപഹരിച്ചത് മാത്രമാണോ? പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പോലീസ് അതിക്രമിച്ചു കയറിയത് മാത്രമാണോ? എത്ര ക്ഷേത്രങ്ങളിലാണ്, ക്ഷേത്രത്തിന്റെ ഓച്ചിറ പോലുള്ള ക്ഷേത്രങ്ങളിൽ പോലും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ ആഘോഷ പരിപാടികൾ അലങ്കോലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്, അവിടുത്തെ കെട്ടുകാഴ്ചകൾ തെരുവിൽ തടയുവാൻ വേണ്ടിയിട്ട്, ക്ഷേത്രത്തിലെ പൊങ്കാല, ഇവിടെ നെടുവങ്ങാടിനടുത്തുള്ള ഒരു സ്ഥലത്ത് ക്ഷേത്രത്തിന്റെ പൊങ്കാല അടുപ്പുകൾ തട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അയക്കുമ്പോൾ ഇവിടെയെല്ലാം RSSന്റെ ഗൂഢാലോചനയുണ്ട്. ഇവിടെയെല്ലാം ADGP വന്ന് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണോ പിണറായി വിജയൻ സർക്കാർ സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? ഇതൊരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമല്ലേ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറയുന്നത്, ഈ പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുന്നത്?
ഹിന്ദു വിരുദ്ധ സർക്കാരാണ് എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമല്ലേ? ആ പരമാർത്ഥത്തെ എന്തോ അന്വേഷണം കൊണ്ടാണ് നിങ്ങൾ മൂടിപ്പിടിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഒരു പരാമർശം നടത്തിയിട്ട് ആ പരാമർശത്തെ തൊടാതെ വിഴുങ്ങുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കിടന്ന് വെപ്രാളപ്പെടുന്നത്, ഈ അങ്കലാപ്പൊക്കെ കാണിക്കുന്നത് ആരെ കണ്ടു ഭയന്നിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ന്യൂനപക്ഷങ്ങൾ തങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ള ഭയം കൊണ്ട്. മലപ്പുറം ജില്ലയെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. മലപ്പുറം ജില്ലയിൽ മാത്രമല്ല ഹവാലപ്പണം വരുന്നത്, മലപ്പുറം ജില്ലയിൽ ഉള്ളവർ മാത്രമല്ല സ്വർണ്ണക്കള്ളക്കടത്തിൽ പ്രതിയായിട്ടുള്ളത്, മലപ്പുറം ജില്ലയിൽ മാത്രമുള്ളവരല്ല രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നൊക്കെ കേരള മുഖ്യന് വേണ്ടിയിട്ട് കേരളത്തിന്റെ പാർട്ടി സഖാക്കൾ വല്ലാതെ അങ്ങ് വെളുപ്പിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇത് മതന്യൂനപക്ഷങ്ങളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് കേവലം അധികാരത്തിന് വേണ്ടിയിട്ട്, ഈ അധികാര രാഷ്ട്രീയത്തിന്റെ മധുരം നുണഞ്ഞിട്ട് ആ അധികാര കസേരയിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവാതെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, പച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കീശ വീർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവം ഈ കേരളം എന്ന് പറയുന്ന മലയാള ദേശത്തെ മത തീവ്രവാദികൾക്ക് അടിയറ വയ്ക്കുന്ന ഒരു ഭരണം തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് ഹിന്ദു സമാജത്തെ തേജോവധം ചെയ്തുകൊണ്ട് ഹിന്ദുവിന്റെ ആരാധനാലയങ്ങളെ തകർക്കണമെന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടിയിട്ട് തീവ്രവാദ സംഘങ്ങളുമായിട്ട് സന്ധി ചേർന്നുകൊണ്ടുള്ള ഭരണം തന്നെയാണ് നടക്കുന്നത്. ADGP അജിത് കുമാറിനെയും അല്ലെങ്കിൽ RSS എന്ന് പറയുന്ന ഒരു സംഘടനയും ഒക്കെ ഇതിൽ കക്ഷി ചേർത്തുകൊണ്ട് അവരെ എടുത്ത് പരിചയമായിട്ട് മുന്നിൽ പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാർ നടത്തുന്ന ഹിന്ദു വിരുദ്ധതയെ മറച്ചു പിടിച്ചിട്ട് ആ ഇവിടുത്തെ ഭൂരിപക്ഷ ജനവിഭാഗമായിട്ടുള്ള ഹിന്ദു സമാജത്തെ തങ്ങളുടെ പാർട്ടി അണികളായിട്ട് തങ്ങളുടെ കാൽ കീഴിൽ വീണ്ടും കാൽച്ചുവട്ടിൽ വീണ്ടും ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് പിണറായി വിജയൻ സർക്കാർ എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. പക്ഷേ ഇതിന്റെ എത്ര കണ്ട് ഇത്തരത്തിൽ ഇവിടുത്തെ ഹിന്ദു സമാജത്തെ കബളിപ്പിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും ഇതിന്റെ യാഥാർത്ഥ്യം, ഇതിന്റെ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ചെറിയൊരു ഉദാഹരണം നമുക്ക്, അല്ലെങ്കിൽ ചില ഒരു പഴഞ്ചൊല്ല് പോലെ ഒരു കേട്ടുകേൾവിയുണ്ട്. അതായത് മകൻ നടന്നുപെടുക്കുന്നത് അമ്മ അച്ഛനോട് മകൻ കിടന്നുപെടുക്കുന്നത് പരാതി പറയുവാൻ വേണ്ടിയിട്ട് അമ്മ അച്ഛനെ സമീപിക്കുമ്പോൾ അച്ഛൻ നടന്നുപെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്നുള്ളതാണ്. അതുപോലെയാണ് ഇപ്പോ ADGPക്കെതിരായിട്ട് അന്വേഷണം നടത്തുന്നത് സഖാവ് പിണറായി വിജയനാണ്. ഈ പിണറായി വിജയൻ അന്വേഷിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ആള് ഈ ഇവിടുത്തെ തൃശ്ശൂർ പൂരം കലക്കിയതുമായിട്ട് ബന്ധപ്പെട്ട ഹവാലയെ സംബന്ധിച്ച്, സ്വർണ്ണക്കള്ളക്കടത്തിനെ സംബന്ധിച്ച് ആരോടാണ് ചെന്ന് പരാതി പറയുന്നത്? ഇതിനെല്ലാം ഗൂഢശക്തികളുണ്ട്, ഇതിലെല്ലാം രാഷ്ട്രവിരുദ്ധ ശക്തികളുണ്ട്. ഈ പരാതിയെല്ലാം കൊണ്ടുവയ്ക്കുന്നത് സഖാവ് പിണറായി വിജയന്റെ മുന്നിലാണ്. പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ സ്ഥിതി എന്താണ്? നാം നേരത്തെ മാധ്യമങ്ങളിലൂടെ ഫോട്ടോകൾ പുറത്തു വന്ന സമയത്ത് കണ്ടതാണ്. അധോലോക ശക്തികള്, തീവ്രവാദ ശക്തികള്, ക്രിമിനലുകള് ക്ലിഫ് ഹൗസിൽ വന്ന് അവരൊരുമിച്ച് ടീ പാർട്ടികൾ നടത്തി, ഗെറ്റ് ടുഗദർ നടത്തി, അവരൊരുമിച്ച് സന്തോഷത്തോടെ അർമാദിച്ച് ഈ ജനതയെ നോക്കി പുഞ്ചിരിക്കുന്ന, കേരളത്തിന്റെ മലയാളി സമൂഹത്തെ നോക്കി പുഞ്ചിരിക്കുന്ന എത്ര ഫോട്ടോകളും വീഡിയോകളും ഒക്കെയാണ് പുറത്തു വന്നത്, എത്ര വാർത്തകളാണ് പുറത്തു വന്നത്. മാസപ്പടി വിവാദവും അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദവും എല്ലാം ഒന്നൊന്നായിട്ട് കെട്ടടങ്ങി പുതിയ വിവാദങ്ങളിലേക്ക് പോകുമ്പോൾ പഴയ വിഷയങ്ങളൊക്കെ മലയാളി മറന്നു എന്നുള്ള ഒരു മനസ്സിലാണ് പിണറായി വിജയൻ വീണ്ടും പറയുന്നത് ഈ തൃശ്ശൂർ പൂരത്തെ കലക്കിയിട്ട് അവിടെ BJP രാഷ്ട്രീയ വിജയം ഉണ്ടാക്കി എന്നാണ്.